ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 13. വഹിക്കുന്ന സ്നേഹം. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 4-ാം വാക്യം. 4 വയസ്സുകാരനായ പേരക്കുട്ടി എൻ്റെ മടിയിലിരുന്ന് എൻ്റെ കഷണ്ടിത്തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, അപ്പച്ചൻ്റെ മുടിയൊക്കെ എന്തിയേ? ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രായമായതുകൊണ്ട് അവയെല്ലാം കൊഴിഞ്ഞുപോയി. ഇതുകേട്ട് അവൻ ചിന്താമഗ്നനായി. അത് വളരെ കഷ്ടമായി. എൻ്റെ മുടി കുറെ ഞാൻ തരട്ടെ അപ്പച്ചന്. അവൻ്റെ ഈ മനസ്സലി ഓർത്ത് സന്തോഷം തോന്നി. അവനെ ഞാൻ കെട്ടിപ്പിടിച്ചു. ഈ സംഭവം പിന്നീട് ഓർത്തപ്പോൾ ദൈവത്തിൻ്റെ നിസ്വാർത്ഥവും ഉദാരവുമായ സ്നേഹം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. G.K. ചെസ്റ്റർട്ടൺ എഴുതി, നാം പാപം ചെയ്തതുമൂലം നമുക്ക് പ്രായാധിക്യം ബാധിച്ചു, എന്നാൽ നമ്മുടെ പിതാവിന് നമ്മേക്കാൾ ചെറുപ്പമാണ്. ഇത് പറയുമ്പോൾ അദ്ദേഹം അർത്ഥമാക്കുന്നത് പുരാതനനായ ദൈവം പാപത്തിൻ്റെ അപചയം ബാധിക്കാത്തവനാണ് എന്നാണ്. ദൈവം കാലാതീതനാണ്. ഒരു നാളും ഇളകുകയോ മായുകയോ ചെയ്യാത്ത ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ കവിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 4-ൽ വാഗ്ദത്തം ചെയ്തതുപോലെ പ്രവർത്തിക്കാൻ അവൻ കഴിവുള്ളവനും മനസ്സുള്ളവനുമാണ്. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. 5 വാക്യങ്ങൾക്ക് ശേഷം ദൈവം പ്രസ്താവിക്കുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. ഞാൻ ആകുന്നവൻ ആയ ആ മഹാദൈവം നമ്മെ ആഴമായി സ്നേഹിക്കുന്നു. നാം അവങ്കലേക്ക് തിരിഞ്ഞ് പാപഭാരം ഒഴിഞ്ഞവരായി നിത്യകാലം നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്നവരാകുവാൻ വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ സകല ഭാരവും വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ വരെ യേശു തയ്യാറായി. ചിന്തിക്കുക, ഓരോ ദിവസവും ദൈവം നിങ്ങളെ ചുമക്കുന്നത് എങ്ങനെയൊക്കെ. ഇപ്പോൾ ദൈവത്തിൽ നിന്ന് എപ്രകാരം പുതുശക്തി പ്രാപിക്കാനാകും? ദൈവത്തിനു മഹത്വം.